ബിഗ് ബോസിൽ നിന്ന് മത്സരിച്ച് കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന മത്സരാർത്ഥികൾ പല രീതിയിലുള്ള നേട്ടങ്ങളാണ് കൊയ്യുന്നത്. അപ്പൊ അതിനകത്ത് തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണ്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലെ ഒരു അക്കൗണ്ട്സ്, ഇപ്പൊ ഇൻസ്റ്റ ആയിക്കോട്ടെ അല്ലെങ്കിൽ യൂട്യൂബ് ആയിക്കോട്ടെ, അപ്പൊ അതിനകത്തൊക്കെ നല്ല രീതിയിൽ ഫോളോവേഴ്സ് കയറുന്നതും ഒരു പ്രശംസിക്കപ്പെടേണ്ട അല്ലെങ്കിൽ അതിന് അർഹിക്കുന്ന ഒരു കാര്യം തന്നെയായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. കാര്യം ഇവർ ഇഷ്ടപ്പെടുന്നതുകൊണ്ടല്ല ആൾക്കാർ ഇവരെ സബ്സ്ക്രൈബ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇവരെ ഫോളോ ചെയ്യുന്നതുമല്ല. അപ്പൊ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ റീച്ച് ഒന്നും ഇല്ലാതിരുന്ന ഒരു 3 യൂട്യൂബ് ചാനൽസ് അല്ലെങ്കിൽ ബിഗ് ബോസ് ഹൗസ് കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സമയം ഒരു 1 ലക്ഷത്തിന് മുകളിലേക്ക് എത്തിയ 3 യൂട്യൂബ് ചാനൽസ് ഉള്ള 3 ബിഗ് ബോസ് സീസൺ 7 മത്സരാർത്ഥികൾ ആരൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മൾ ഇന്നലെ ഇപ്പൊ നോക്കാൻ പോകുന്നത്. അപ്പൊ അതിനകത്ത് ഒന്നാമത്തെ ആളെന്ന് പറഞ്ഞാൽ RJ ബിൻസി ആണ്, രണ്ടാമത്തെ അനീഷ് ആണ്, മൂന്നാമത് സാബുമാൻ ആണ്. അപ്പൊ ഈ RJ ബിൻസിക്കാണെങ്കിൽ അങ്ങനെ ഒരുപാട് വീഡിയോസും ഇട്ടിട്ടുള്ള ഒരു അക്കൗണ്ടോ കാര്യങ്ങളോ ഒന്നല്ല, ഞാനിപ്പോ നിങ്ങളുടെ സൈഡിൽ കാണിക്കാം. അപ്പൊ അതിനകത്ത് നോക്കിയാലാണെങ്കിൽ വളരെ കുറച്ച് വീഡിയോസ് മാത്രമേ ഉള്ളൂ. ഇപ്പൊ തന്നെ ഒരു 1 ലക്ഷത്തിന് മുകളിൽ സബ്സ്ക്രൈബേഴ്സ് എന്തായാലും ആയിട്ടുണ്ട്. അപ്പൊ ഈ RJ ബിൻസിക്ക് 1 ലക്ഷം കവർ ചെയ്ത സമയത്ത് ഉള്ള ഒരു RJ ബിൻസിയുടെ ഒരു വീഡിയോയും കാര്യങ്ങളും എല്ലാം RJ ബിൻസിനെ ഇൻസ്റ്റയിൽ ഷെയർ ചെയ്തിരുന്നതാണ്. അതെനിക്ക് തോന്നുന്നു ഒരു 3-4 മില്യൺ റേഞ്ചിലൊക്കെ വരെ വ്യൂവർഷിപ്പ് കിട്ടിയുള്ള നല്ല രീതിയിൽ വൈറലായ ഒരു വീഡിയോ തന്നെയാണ്. അത് ഇൻസ്റ്റയ്ക്ക് യൂസ് ചെയ്യുന്നവർ ഉറപ്പായിട്ടും അത് കണ്ടിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ സാബുമാന്റെ ഒരു കേസ് നോക്കുകയാണെങ്കിൽ ഈ 3 പേരുടെ കൂട്ടത്തിനകത്ത് ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് കയറിയിരിക്കുന്നത് സാബുമാനാണ്. പക്ഷേ അത് അനീഷിന്റെ ഒരു അക്കൗണ്ട് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരു പ്രത്യേകത ഉണ്ട്. കാര്യം ഏറ്റവും കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന അനീഷാണ്. ഒരു 600 മുകളിൽ വീഡിയോസ് ഓൾറെഡി ആൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ കൂടുതൽ വീഡിയോസും ബിഗ് ബോസ് ഹൗസിൽ മത്സരിക്കാൻ പോകുന്നതിന് മുന്നേ ആൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നതാണ്. അതായത് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം അദ്ദേഹം വളരെ കുറച്ച് വീഡിയോസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഒരു 1-2 ലൈവ് മാത്രം ആളെന്നാലും പോയിട്ടുള്ളൂ. ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു കഠിന അധ്വാനവും അദ്ദേഹത്തിന്റെ ഒരു എഫേർട്ടും അദ്ദേഹത്തിന്റെ ഒരു തുടർന്നുള്ള ആ ഒരു അധ്വാനവും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇതിനകത്ത് കാണാവുന്നതാണ്. കാര്യം അനീഷ് കഷ്ടപ്പെട്ട് നേടിയെടുത്ത ഒരു കാര്യം തന്നെയാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അതായത് മറ്റു രണ്ടാൾക്കാർക്ക് അതിനുള്ള ഒരു അർഹതയില്ല എന്നല്ല ഞാൻ പറഞ്ഞതിനുള്ള അർത്ഥം. അതായത് അനീഷ് ഒരു കോമണർ ആണല്ലേ, അതായത് വലിയ രീതിയിൽ ഫെയിം ആയിട്ടുള്ള ഒരു ആളോ കാര്യങ്ങളോ ഒന്നുമല്ല. പക്ഷെ എങ്കിലും അദ്ദേഹത്തിന് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു, അതിനുവേണ്ടി അദ്ദേഹം പണിയെടുക്കാൻ തയ്യാറായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ ഒരു റിസൾട്ട് അദ്ദേഹം കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും നേടിയെടുത്തു. പിന്നെ ബിഗ് ബോസ് കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷം ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ അവർ അക്കൗണ്ടുകളിൽ റീച്ച് കൂടിയ ആൾക്കാർ ഇവരെ മാത്രമൊന്നുമല്ല. ആദില നൂർ ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ അഭിലാഷ് അഭിശ്രീ ആയിക്കോട്ടെ, ഇവരെല്ലാം എല്ലാവർക്കും നല്ല രീതിയിലായിട്ട് റീച്ച് കാണാവുന്നതാണ്. പക്ഷെ ഇവരൊക്കെ ഓൾറെഡി നല്ല രീതിയിൽ റീച്ചിൽ നിൽക്കുന്ന ഒരു ആൾക്കാരായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മളത് എടുത്ത് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്നാലും ഈ പറഞ്ഞ അക്കൗണ്ട്സിനകത്ത് ഏതെങ്കിലും അക്കൗണ്ട് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.